നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 2, 3 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി പറയാനാണ് ഇതിൽ ശ്രമിക്കുന്നത്. 4 രാശിക്കാർക്ക് മോശമല്ലാത്ത രീതിയിൽ ദോഷാധിക്യമുണ്ട്. അതേസമയം 4 രാശിക്കാർക്ക് അത്യധികം ഗുണാധിക്യമുണ്ട്. അത് ഈ കൊമ്പൻ രാശിയിൽ 4 ഗ്രഹങ്ങൾ ഒത്തുകൂടി നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രത്യേകത വരുന്നത്. പിന്നെ ഈ ദിവസങ്ങളിൽ ഉള്ള ഒരു രാശിമാറ്റം മാർച്ച് 2-ാം തീയതി വെളുപ്പിന് 12:58 AM ശുക്രൻ മീനം രാശിയിലേക്ക് മാറുന്നു, ഉച്ചരാശിയിലേക്ക് മാളവ്യ യോഗത്തോടുകൂടി. ഓക്കെ, ശുക്രൻ ശനിയുമായിട്ട് യോഗം ചെയ്യുകയാണ്. ഓക്കെ, ശുക്രനും ശനിയും സുഹൃത്തുക്കളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫലം ശരിക്കും ഈ 12 രാശിക്കാർക്കും ചെറിയ രീതിയിൽ ആയാലും വലുത് രീതിയിലായാലും ഗുണങ്ങൾ കൊണ്ടുവരും. ഓക്കെ, പിന്നെ ഈ ദിവസങ്ങളിലെ രാഹു കാലം നോക്കാം. മാർച്ച് 2-ാം തീയതി രാഹുകാലം രാവിലെ 8:13 AM മുതൽ രാവിലെ 9:41 AM വരെയാണ് രാഹുകാലം. മാർച്ച് 2-ാം തീയതി 3-ാം തീയതി രാഹുകാലം വൈകിട്ട് 3:36 PM മുതൽ വൈകിട്ട് 5:04 PM വരെയാണ് രാഹുകാലം. 3-ാം തീയതി മാർച്ച് 3-ാം തീയതി. അപ്പോൾ രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഓക്കെ, പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്, അതും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. അപ്പോൾ ഫോൺ വിളിക്കരുത്, പകരം മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ നമുക്ക് ആദ്യം മേടം രാശിയുടെ നോക്കാം. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ചന്ദ്രൻ ഡയറക്റ്റായിട്ട് അനുകൂലമല്ലെങ്കിലും പ്രതികൂലമല്ല. ഓക്കെ, 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. പിതൃസ്വത്ത് ലഭിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. തൊഴിൽ ലാഭം, അതായത് ഈ കുംഭമാസം മുഴുവൻ മേടം രാശിക്ക് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് സൂര്യൻ. അപ്പോൾ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം കുംഭമാസം മുഴുവൻ. പിന്നെ ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. ശനി 7.5 ശനിയായിട്ട് തുടരുന്നു. ശുക്രൻ അനുകൂലമായിട്ട് 12-ാം ഭാവത്തിൽ വന്നു മാളവ്യ യോഗത്തോടുകൂടി. ശനി ആഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇനി ഇടവൻ രാശി കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ചന്ദ്രൻ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല, എങ്കിലും പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് ഇവർക്ക് തൊഴിൽ പരമായിട്ട് നേട്ടമുണ്ടാവും. അത് ഈ കുംഭം മീനം മാസങ്ങളിലെല്ലാം ഇടവൻ രാശിക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും.
പിതൃസ്വത്ത് ലഭിക്കാം, പിതൃഗുണം, സന്താന നേട്ടം ഇവ അനുഭവപ്പെടും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ നേട്ടമുണ്ടാവും. പൊതുവെ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർതം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചന്ദ്രൻ അനുകൂലമാണ്, ശിഖിയും സർപ്പവും അനുകൂലമാണ്. അതേസമയം വ്യാഴവും ശനിയും പ്രതികൂലമാണ്. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക, ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. ചെറിയ രീതിയിലാണെങ്കിലും അല്പം മോശമല്ലാത്ത രീതിയിൽ ധനപരമുണ്ടാവും. മിഥുനം രാശിക്ക് ഗുണദോഷം സമ്മിശ്രമാണ്. 4 ഗ്രഹങ്ങൾ ഗുണദോഷം സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അതായത് ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് 4 ഗ്രഹങ്ങൾ വന്നു. അതാണ് ഈ 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് വരുന്നത്. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മിഥുനം രാശിക്ക്. ഇനി കർക്കിടകം രാശിക്ക് പുണർതം അവസാന പാദം, പൂയാല്യം. കർക്കിടകം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. 8ാം ഭാവത്തിൽ അഷ്ടമത്തിൽ സൂര്യൻ, ചൊവ്വ, സർപ്പം ഇവ നിൽക്കുന്നു. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഒരു പരിധിവരെ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഒരു പരിധിവരെ ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഒരു പരിധിവരെ ഉണ്ടാവും. കർക്കിടകം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ചിങ്ങം രാശി. മകം, പൂര, ഉത്ര ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. സർപ്പം, ശിഖി, സൂര്യൻ, ചൊവ്വ, ശനി ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. പാവഗ്രഹങ്ങളാണ് 5 പാവഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും ഇവിടെ ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇവ അനുകൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും ദോഷാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മറ്റ് ദിവസങ്ങളിലൊക്കെ മാറ്റിവെക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. അഷ്ടമശനിയാണ്. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ ഒരു പരിധിവരെ ലഭിക്കും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. പൊതുവെ ചിങ്ങം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ്. എങ്കിലും ചന്ദ്രൻ പ്രതികൂലമാണ്. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പിതൃസ്വത്ത് ലഭിക്കാം. കുംഭമാസം മുഴുവൻ ഇവർക്ക് ശത്രുവിൽ വിജയമുണ്ടാവും. ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. തിങ്കളാഴ്ച ശിവന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യം 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്.
പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ശുക്രൻ അനുകൂലമല്ലാതായി മാറി. ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ തന്നെയും കാര്യമായ ഒരു വലിയ ധനവരവ് കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഏകദേശം 56 ദിവസം ശുക്രൻ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ധനവരവിന് അല്പം മങ്ങലേക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ശുക്രൻ മാളവ്യ യോഗത്തോടുകൂടി നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പൈസ ഒന്നും കിട്ടത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ ഒരു 10,000 രൂപ കിട്ടേണ്ട സ്ഥലത്ത് 9,000 ആയിട്ട് കുറയും. അതാണ്. ഓക്കെ, ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ശുക്രൻ നമുക്ക് അനുകൂലമല്ലാതായി മാറി. ഓക്കെ, വ്യാഴം ശനിയൊക്കെ അനുകൂലമാണ്. അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും. ശുക്രൻ പ്രതികൂലമാണെന്ന് പറയാൻ പറ്റില്ല, ശുഭഗ്രഹമാണ്, അതുകൊണ്ട് പ്രതികൂലമെന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും നമുക്ക് വ്യാഴവും ശനിയും സർപ്പവും ശിഖിയും ഒക്കെ അനുകൂലമായിട്ട് നിൽപ്പുണ്ട്. ചന്ദ്രനും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബന്ധങ്ങൾക്ക് ഊഷ്മളത ഉണ്ടാവും. സർവ്വവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും, ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യതയൊക്കെ നിലനിൽക്കുകയാണ്. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ ഒരു പരിധിവരെയൊക്കെ ഉണ്ടാവും. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി, മൂലം പൂരാട ഉത്രാട ആദ്യപാദം. ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. പ്രതികൂലമായിട്ട് ശനി മാത്രമാണ് നിൽക്കുന്നത്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കുംഭമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, പിതൃസ്വത്ത് ലഭിക്കും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സർവ്വവിധ സൗഭാഗ്യം, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ. പിന്നെ ഇവർക്ക് ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചന്ദ്രൻ പ്രതികൂലമാണ്. എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ശനി ഇവിടെ അനുകൂലമായതിനാൽ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യതയുണ്ടാവും. അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് മികവുകളുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. ഇവർ തിങ്കളാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇനി കുംഭൻ രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ചന്ദ്രനും വ്യാഴവും ശുക്രനും അനുകൂലമായതിനാൽ ഒരു പരിധിവരെ ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങളുടെ ഊഷ്മളത ഇവ അനുഭവപ്പെടാം. എങ്കിലും 5 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്തിട്ടാതി രേവതി. മീനം രാശിക്ക്
ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ജന്മശനി ആയതിനാൽ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഒരു പരിധിവരെ ബന്ധങ്ങൾ ഊഷ്മളമാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും, ഭൗതിക സുഖങ്ങൾ ഒരു പരിധിവരെ ലഭിക്കും. മീനം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം നമുക്ക്. 2-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, 3-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനമുണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 2-ാം തീയതി രാവിലെ 5:08 AM മുതൽ രാവിലെ 5:56 AM വരെ ആണ് 2-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. 3-ാം തീയതി രാവിലെ 5:07 AM മുതൽ രാവിലെ 5:55 AM വരെയാണ് 3-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 2-3 തീയതികളിൽ ഉച്ചയ്ക്ക് 12:15 PM മുതൽ 1:02 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം 2-3 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 2-3-2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 3, 0, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 3-3-2026 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 2, 9, 6, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.